കലൂര് സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത്. ഇത് പച്ചക്കറി വിൽക്കുന്ന സ്ഥലമാണ്. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലം കൂടെയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ അവസരം തന്ന ഒരു മേഡം ഉണ്ട്. പേരെന്ന് പറഞ്ഞാൽ 34ാം ഡിവിഷൻ കൗൺസിലറാണ്. സാറാ അരിസ്റ്റോട്ടിൽ 16ാം വാർഡ് കൗൺസിലർ. അപ്പൊ ഇവിടെ നടക്കുന്ന കൂടുതൽ കാഴ്ചയിലേക്ക് പോയാലാ? സാധാരണ മാലിന്യം കമ്പോസ്റ്റ് ആക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു അടിപൊളി സ്ഥാപനമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതിന്റെ കഥയൊക്കെ ഒന്ന് പറഞ്ഞു സാറേ. ഇത് യഥാർത്ഥത്തിൽ ബ്രഹ്മപുരം കത്തുപിടിച്ച സമയത്ത് കൊച്ചി നഗരത്തിലെ നഗരവാസികൾക്ക് വേസ്റ്റ് കൊണ്ടിടാനുള്ള ഒരു സൗകര്യം ഇല്ല. അങ്ങനെ വലിയ വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറേ മാസങ്ങളോളം എന്ത് ചെയ്യും എന്നറിയില്ല. നമ്മുടെ വഴിയരികിൽ മുഴുവൻ വേസ്റ്റ് കുന്നുകൂടി. ആ സമയത്താണ് ഇത് എന്ത് ചെയ്യണം, നമ്മുടെ ഡിവിഷനിലെ ഈ പറയുന്ന വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റിനെ കുറിച്ച് അന്ന് ഒരു ആശയമുണ്ടായത്. എത്ര വർഷം മുമ്പ് ആലോചിച്ച പരിപാടിയാണിത്? അത് എനിക്ക് തോന്നുന്നു 4 വർഷം ഏകദേശം ആയിട്ടുണ്ട്. ബ്രഹ്മപുരം കത്തിയിട്ട് 3 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്ലാന്റ് തുടങ്ങാൻ ശരിക്കും പറഞ്ഞാൽ GCDA ഏതാണ്ട് 1.5 വർഷം നമ്മൾ അതിൻ്റെ പുറകെ നടന്നു. ഈ പേപ്പർ വർക്കുമായിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നഗരത്തിന് നടുക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മാലിന്യ പ്ലാന്റ് വെച്ചാൽ എന്താവും എന്ന് പറഞ്ഞ് ഇവിടുത്തെ പല നാട്ടുകാരും അയൽവാസികളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ പ്രയാസപ്പെട്ടു. പല പ്രാവശ്യം മീറ്റിങ്ങുകൾ വിളിച്ചു, ആളുകളോട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടുന്ന് മാറ്റിയേക്കാം എന്നവർക്ക് വാക്ക് കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷമാണ്. അവർ ഇതിലേക്കൂടെ നടന്നു പോകും, ഇവിടെ വന്ന് ഇന്ന് ചായ കുടിക്കും. ഇത് ഏറ്റവും പരിസരമൊക്കെ നമ്മളെ ഏറ്റവും ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ ഹരിതകർമ്മസേന ഇതുപോലുള്ള ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. ഇത് ഇവർ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് സോർട്ട് ചെയ്യും. അപ്പം ഞങ്ങളാരും അങ്ങനെ മൂക്കുപൊത്തിയൊന്നും അല്ല നിൽക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ കൊണ്ടുവന്ന മാലിന്യമാണിത്. ഇത് ഇവർ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ഈ ചക്കയുടെ മടൽ അതൊന്നും ഈ മെഷീനിൽ കിടക്കില്ല. കടലാസ് കണ്ടില്ലേ, ആളുകൾ കുറേയും കൂടി ശ്രദ്ധാപൂർവ്വം ഫുഡ് വേസ്റ്റ് തന്നാൽ ഈ സോർട്ടിങ് ഇവർക്ക് കുറച്ച് എളുപ്പമാകും. ഇതിപ്പോൾ കടലാസും ഇതൊക്കെ എൻ്റെ കൂടെ മിക്സപ്പ് ചെയ്ത് വരിക. ആ ഫുഡ് വേസ്റ്റ് അവർ ഡ്രമ്മിൽ കൊണ്ടുവന്ന് ഈ മെഷീനിലേക്ക് ഇടും. എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്കിത് സ്പോൺസർ ചെയ്ത് തന്നിട്ടുള്ളത്. ഫുഡ് വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇവർ ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറിടും, അതുപോലെ ഇനോക്കുലം ഇടും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് പുറത്തേക്ക് വരുന്നത്. മെഷീനിൽ നിന്ന് അടിച്ചു കൊണ്ടുവന്ന വളമാണിത്. ട്രെയിൽ 15 ദിവസക്കാലം ഇരിക്കും. 15 ദിവസം കഴിഞ്ഞാൽ ഇത് നോക്കൂ, ഇത് കണ്ടോ, ഇത്ര ഫൈൻ പ്രൊഡക്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നല്ല ജൈവ വളമാണ്. ഇത് പച്ചക്കറി, നല്ല പോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന, കൃഷി ചെയ്യാൻ പറ്റുന്ന ജൈവ മാലിന്യമാണ്. ഇത് കൊച്ചി നഗരത്തിലെ, പ്രത്യേകിച്ച് എനിക്ക് സന്തോഷത്തോടെ പറയുന്നത്, എൻ്റെ ഡിവിഷനിലെ ഇന്ന് കളക്ട് ചെയ്ത മാലിന്യത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ജൈവ വളമാണ് ഇരിക്കുന്നത്. ഇത് ഇപ്പം നമ്മൾ തൽക്കാലം ഇത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതിനെയും വിലയ്ക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൗൺസിലിൽ വെച്ച് പാസ്സായൊക്കെ വേണം. തൽക്കാലം നമ്മളിത് ആവശ്യക്കാർക്ക്, നമ്മുടെ ഡിവിഷനിലെ തന്നെ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കും. പിന്നെ ആവശ്യക്കാർ വന്ന് ചോദിച്ചാൽ കൊടുക്കാറുണ്ട്. വലിയൊരു ഓപ്പർച്യൂണിറ്റി പറയട്ടെ, ഇത് നമുക്ക് സീഡ്ലിങ്സ് ഒക്കെ മുളപ്പിക്കാനൊക്കെ അടിപൊളി സാധനം. ഈ പോട്ടയിലൊക്കെ തൈയൊക്കെ ആക്കി കൊടുക്കാമെങ്കിൽ കുറച്ച് വനിതകൾക്കൊക്കെ വരുമാനം കൂടെ കിട്ടുകയും ചെയ്യും. അടിപൊളി വളമാണ്. ഞങ്ങളുടെ അടുത്ത ഫേസ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതായിരിക്കും. അന്ന് മാത്രമല്ല, നമ്മുടെ പല പ്രദേശത്തും മാലിന്യ പ്രശ്നം പറയുന്നവർ വന്ന് ഇത് ഒന്ന് കണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പറ്റുമെന്നല്ല, ഉറപ്പായിട്ടും വന്ന് കണ്ട് പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ എറണാകുളം സിറ്റിയിൽ തിരക്കറിയല്ല, 100 കണക്കിന് ഫ്ലാറ്റുകളുള്ള ഏറ്റവും പ്രീമിയം സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഈച്ച പോലും ഇല്ലാതെ മാലിന്യം ഇത്ര ഗംഭീരമായിട്ട് പ്രോസസ്സ് ചെയ്ത് ജനങ്ങളിലേക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന കൗൺസിലർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. സാറേ, ഇവിടെ എത്ര കിലോ വേസ്റ്റ് ഇവിടെ വരാറുണ്ട് ഒരു ദിവസം? 500 കിലോയുടെയാണ് നമ്മൾ തൽക്കാലം ചെയ്യുന്നത്. നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്ത് 1 ടൺ വരെ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ? ഇത് നമ്മൾ ഈ വേസ്റ്റ് കൊണ്ട് സോർട്ട് ചെയ്യാൻ വേണ്ടി ഇടുമ്പോഴേ കുറച്ച് ഈച്ചയൊക്കെ വരും. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാ ബുധനാഴ്ചയും ഈ നമ്മുടെ ഭൂമിത്ര എന്ന് പറയുന്ന ഓർഗാനിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റാണിത്. അവിടെ ഇതിൻ്റെ പരിസരത്താണിത് കൊടുക്കുന്നത്. എല്ലാവർക്കും വന്ന് വാങ്ങിക്കാവുന്നതാണ്. ഏറ്റവും പ്യുവറായിട്ട് ഉള്ള പച്ചക്കറിയാണ് ഇത്. ആളുകൾക്ക് കൊടുക്കുന്നതിലുള്ള ഒരു സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കലങ്കുഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദീപ്തി മേരി തൻ്റെ വാർഡിൽ ഒരു OWC ഉണ്ടാക്കുകയും എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് ഇതെന്നുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ്.